അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1359, സൂറത്ത് ഹൂദ് 36 മുതൽ 41 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم كما تسخرون فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول وما آمن معه إلا قليل وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وأوحي إلى نوح. നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടു. അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക, നിശ്ചയം അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് വിശ്വസിക്കുകയില്ല, ഇല്ലാ മൻ ഖദ് ആമന, ഇപ്പോൾ വിശ്വസിച്ചവരല്ലാതെ ഇനി പുതിയതായി ആരും വിശ്വസിക്കുകയില്ല എന്ന് വഹ്യ് നൽകപ്പെട്ടു. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ, അതുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അതീവ ദുഃഖിതനാവേണ്ടതില്ല എന്ന്. വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹ്യിന, നമ്മുടെ നിർദ്ദേശപ്രകാരവും നിരീക്ഷണത്തിലും അങ്ങ് കപ്പലുണ്ടാക്കുക എന്നും അല്ലാഹു തആല പറഞ്ഞു. വലാ തുഖാതിബിനി ഫില്ലദീന വലമു, അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, നിശ്ചയം അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്, വെള്ളത്തിൽ മുക്കപ്പെടുന്നവരാണ്. വയസ്നഉൽ ഫുൽക, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കാൻ ആരംഭിച്ചു. വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി, തന്റെ സമൂഹത്തിൽ നിന്ന് ഓരോ വിഭാഗം ആളുകളും തന്റെ അടുത്തുകൂടെ നടക്കുമ്പോഴെല്ലാം സഖിറൂ മിൻഹു, അവർ നൂഹ് നബി അലൈഹിസ്സലാമിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഖാല, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറൂ മിന്ന, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ ഫഇന്നാ നസ്ഖറു മിൻകും, ഈ പരിഹാസത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകും. കമാ തസ്ഖറൂൻ, ഇപ്പൊ ഞങ്ങളെ നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ നിങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കും അവസരം വരുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ഫസൗഫ തഅലമൂന, പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. മയ്യഅ്തീഹി അദാബുൻ, ആർക്കാണ് ശിക്ഷ വരാനിരിക്കുന്നതെന്ന്. യുഖ്സീഹി, അവരെ വഷളാക്കുന്ന ശിക്ഷ ആർക്കാണ് വരാനിരിക്കുന്നതെന്ന്. വയഹല്ലു അലൈഹി അദാബുൻ മുഖീം, സ്ഥായിയായ ശിക്ഷ ആരുടെ മേലിലാണ് ഇറങ്ങാൻ പോകുന്നത് എന്നും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന്. ഹത്താ ഇദാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ. വഫാറത്ത് അന്നൂറു, അടുപ്പ് പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ. ഖുൽനാ, നാം പറഞ്ഞു, ഇഹ്മിൽ ഫീഹാ, ആ കപ്പലിൽ നിങ്ങൾ കയറ്റുക. മിൻ കുല്ലിൻ, എല്ലാ വിഭാഗത്തിൽ നിന്നും സൗജൈനി സ്നൈനി, രണ്ടു ഇണകളെ, പെൺവർഗത്തിൽ നിന്നൊന്നിനെയും ആൺവർഗത്തിൽ നിന്നൊന്നിനെയും, എല്ലാ വിഭാഗം വസ്തുക്കൾ ജീവികൾ എല്ലാത്തിൽ നിന്നും രണ്ട് ഇണകളെ നിങ്ങൾ ആ
കപ്പലിൽ കയറ്റുക എന്ന് നാം പറഞ്ഞു. അതേപോലെ അഹ്ലക നിങ്ങളുടെ കുടുംബത്തെയും കപ്പലിൽ കയറ്റുക. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു ശിക്ഷയുടെ വാക്യം നേരത്തെ മുൻകടന്നിട്ടുള്ളവരൊഴിച്ച് ഉള്ള കുടുംബങ്ങൾ. വമൻ ആമന സത്യവിശ്വാസം സ്വീകരിച്ചവരെയും കപ്പലിൽ കയറ്റുക എന്ന് പറഞ്ഞു. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വഖാല നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുകയും ചെയ്തു, ഇർകബൂ ഫീഹാ നിങ്ങൾ കപ്പലിൽ കയറുക. ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഈ കപ്പലിന്റെ ചലനവും അതേപോലെ തന്നെ ചലനം നിൽക്കലും. ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം നിശ്ചയം എന്റെ നാഥനായ അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് മഹാകാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രങ്ങളായിരുന്നുവല്ലോ നേരത്തെ കുറെ ആയത്തുകളിലൂടെ രേഖപ്പെടുത്തിയത്. വിശ്വാസത്തിന്റെ പ്രചരണവുമായി കടന്നുവന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് നിഷേധികൾ പറഞ്ഞ വാക്കുകളിലുള്ള ചില കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ സാധാരണക്കാരും താഴ്ന്നവരുമായിട്ടുള്ളവരുടെ കൂടെ ഞങ്ങളെങ്ങനെ ഇരിക്കും, അവരെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കുന്ന കാര്യം ആലോചിക്കാമെന്നവർ പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാം മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലാത്ത വിധം അർത്ഥശങ്കക്കിടമില്ലാതെ പറഞ്ഞു, ഈ സാധുക്കളായ സത്യവിശ്വാസികളെ എന്റെ അടുത്തുനിന്ന് ആട്ടി ഓടിക്കാൻ മനസ്സില്ല എന്ന്. അങ്ങനെ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ ആവശ്യമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നിരന്തരം നൽകിയെങ്കിലും അതവർ സ്വീകരിക്കുന്നില്ല എന്ന കണ്ടീഷൻ വന്നു. ആ സമയത്ത് അല്ലാഹു തആല നൂഹ് നബിക്ക് നൽകിയ ഒരു വഹയിനെ കുറിച്ചാണ് പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്ക് വഹയ നൽകപ്പെട്ടു. അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക നിശ്ചയം അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് വിശ്വസിക്കുകയില്ല ഇല്ലാ മൻ ഖദ് ആമന നിലവിൽ വിശ്വസിച്ചവരൊഴിച്ച്. അതുകൊണ്ട് ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ദുഃഖിതനാവേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു പറഞ്ഞു. ഇവിടെ സത്യനിഷേധികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം അവരെ താക്കീത് ചെയ്തപ്പോൾ അവരോട് പറയുകയായിരുന്നുവല്ലോ, നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറയുകയായിരുന്നുവല്ലോ, ഫഅ്തിനാ ബിമാ തഅദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അല്ലെ ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ശിക്ഷ അത് കൊണ്ടുവാ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ കൊണ്ടുവാ എന്ന് അവർ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ശിക്ഷയ്ക്ക് വേണ്ടി വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി നടത്തിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇവരുടെ കൂട്ടത്തുനിന്ന് വിശ്വസിക്കാത്ത ആളുകൾ ഇനി വിശ്വസിക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന്. അതായത് അവർ ഏതൊക്കെ വിധത്തിലുള്ള നിഷേധങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളെ നിരാകരിച്ചാലും കളിയാക്കിയാലും അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീന നമ്മുടെ നിർദ്ദേശപ്രകാരവും നമ്മുടെ നിരീക്ഷണത്തിലും അങ്ങ് കപ്പലുണ്ടാക്കുക. വലാ തുഖാത്തിബിനി ഫില്ലദീന വലമു ആ കപ്പലുണ്ടാക്കിയിട്ട് ജലപ്രളയമുണ്ടായി അനുയായികൾ അല്ലെങ്കിൽ ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മുങ്ങുമ്പോ അവരെ രക്ഷപ്പെടുത്തണം എന്ന വക്കാലത്തുമായി നിങ്ങൾ വന്നേക്കരുത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു പറയാണ്. അതാണ് വലാ തുഖാത്തിബിനി ഫില്ലദീന വലമു അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. അവർ പാവല്ലേ റബ്ബെ രക്ഷപ്പെടുത്തണേന്ന് അവരോടൊരു ദയ തങ്ങൾക്ക് തോന്നേണ്ടതില്ല. കാരണം ഇന്നഹും മുഗറഖൂൻ അവർ മുക്കി കൊല്ലപ്പെടുന്നവർ തന്നെയാണ് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം ശിക്ഷ വരുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അറിവ് നൽകപ്പെട്ടു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വസ്നഇൽ ഫുൽക നിങ്ങൾ കപ്പലുണ്ടാക്കുക എന്റെ നിരീക്ഷണത്തിലും നിർദ്ദേശപ്രകാരവും അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ആ കപ്പൽ സംബന്ധമായി വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടതെന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് വഹയി തരും, അതിനനുസരിച്ച് കപ്പലുണ്ടാക്കിയാൽ മതി എന്നാണ് വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീന എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിർദ്ദേശിച്ച ആ കപ്പൽ
അതിന്റെ വലുപ്പ സംബന്ധമായി തട്ട് സംബന്ധമായി ഒക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ അളവ് സംബന്ധമായി, അതിന്റെ വ്യാസം സംബന്ധമായി, വീതി സംബന്ധമായി, നീളം സംബന്ധമായി, ഹൈറ്റ് സംബന്ധമായി ഒക്കെ വിവിധ വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിലെ പല വീക്ഷണങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. എന്തായാലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അളവെത്രയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകമായ ഉപകാരപ്രദമായ സംഗതിയൊന്നുമല്ല. മാത്രമല്ല അങ്ങനെ ഖണ്ഡിതമായ ഒരു തീരുമാനം അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടതില്ല. എന്തായാലും കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിന് 3 തട്ടുണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടിയിലെ തട്ടിൽ കപ്പലിന്റെ അടിയിലെ തട്ടിൽ മൃഗങ്ങളും അതേപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളും അവകൾക്കൊക്കെയായിരുന്നു സംവിധാനിച്ചിരുന്നത്. മധ്യത്തിലെ തട്ടിൽ മനുഷ്യന്മാരും മുകളിലെ തട്ടിൽ പക്ഷികൾ, പറവകൾ ഇവകൾക്കുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയതെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഉണ്ടാക്കാൻ പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയാണ്. വലാ തുഖാത്തിബിനി ഫില്ലദീന വലമോ, അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നവർ തന്നെയാണ് വെള്ളത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവർ എത്രയൊക്കെ ധിക്കാരം കാണിച്ചിട്ടും അങ്ങേയറ്റം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഉപദ്രവിച്ചിട്ടും അവർക്ക് ശിക്ഷ വന്നെത്തുമ്പോൾ സഹിക്കാൻ പറ്റാതെ നൂഹ് നബി അലൈഹി ഇസ്ലാം വീണ്ടും അവരോടൊരു പ്രത്യേകമായിട്ടുള്ള സെന്റി അടിച്ചിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വരരുത്, അവർ ദയ അർഹിക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ പറയുന്നു വയസ്നാഉൽ ഫുൽക, നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കുന്നു. അങ്ങനെ കുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി, തന്റെ ജനതയിൽ നിന്നുള്ള ഓരോ വിഭാഗം നേതാക്കന്മാർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികെ നടന്നു പോകുമ്പോഴെല്ലാം സഖിറു മിൻഹു, അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാം 2 കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവിടെ. ഒന്ന്, നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കുന്നത് സാമാന്യം ഒരു ഉയരമുള്ള പ്രദേശത്ത് വെച്ചാണ്. അവ ഉയരമുള്ള പ്രദേശത്ത് മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കളിയാക്കുമല്ലോ. കാരണം എന്താ, ഈ കപ്പൽ എന്ന് പറഞ്ഞ സാധനം അത് വെള്ളത്തിലൂടെ ഓടേണ്ടതാണ്. മലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കപ്പലുണ്ടാക്കുമെന്നാണ് അവരുടെ പരിഹാസത്തിന്റെ ഒരു ചുരുക്കം. എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കപ്പൽ അവിടെ വെച്ചുണ്ടാക്കിയാലും അതിനാവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ സംവിധാനം യജമാനനുണ്ടാക്കുമെന്നതാണ് സംഗതി. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് കപ്പലുണ്ടാക്കുന്നു, ഇവിടേക്ക് എങ്ങനെ വെള്ളം വരാനാണ് എന്ന സന്ദേഹമോ ബേജാറോ സംശയമോ ഒന്നും നൂഹ് നബി അലൈഹി ഇസ്ലാമിനില്ല. പക്ഷേ കാണുന്ന നിഷേധികൾ അവർ കളിയാക്കി. എന്നാൽ ആ കളിയാക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ കളിയാക്കിയ കൂട്ടത്തിൽ മറ്റൊരഭിപ്രായം പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ നബിയാണെന്നാണ്, ഇപ്പൊ ആശാരിയായോ എന്നാണ് കപ്പലുണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവർ കളിയാക്കി പറഞ്ഞത് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കളിയാക്കിയവരോട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്ന മറുപടി കാല, നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇൻ തസ്ഖറൂ മിന്നാ, ഞങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ, നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ ഫഇന്നാ നസ്ഖറു മിൻകും, നിശ്ചയം നിങ്ങളെ ആ പരിഹാസത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ഞങ്ങൾ തരും. കമാ തസ്ഖറു, ഞങ്ങളെ പരിഹസിച്ചിരുന്നത് പോലെ നിങ്ങൾക്കതിനുള്ള മറുപടി ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതാണ് ഇവിടെ. നിങ്ങളിപ്പോ കളിയാക്കിക്കോ, പക്ഷെ ഈ ഞങ്ങളെ കളിയാക്കി ചിരിക്കുന്നതിന് പകരം അതിദയനീയമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി നിങ്ങൾ ഉയർന്നു പോകുന്ന സമയത്ത് നിങ്ങളെ നോക്കിയിട്ട് ചിരിക്കാനും സന്തോഷിക്കാനും ഞങ്ങൾക്കും അല്ലാഹു തആല അവസരം തരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇവര് പരിഹസിക്കുന്നത് പോലെ തിരിച്ച് പരിഹസിക്കുക എന്ന അർത്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഫസൗഫ തഅലമൂന, പിന്നീട് നിങ്ങൾക്കറിയാം, മയ്യഅ്തീഹി അദാബു യുഖ്സീഹി, ആർക്കാണ് അല്ലാഹു തആല അവനെ വഷളാക്കുന്ന വിധത്തിലുള്ള ശിക്ഷ നൽകാൻ പോകുന്നതെന്ന്. വയഹില്ലു അലൈഹി അദാബു മുഖീം, ശാശ്വതമായ ശിക്ഷ ആരുടെ മേലിലാണ് ഇറങ്ങുന്നത് എന്നും നിങ്ങൾക്ക് പിന്നീട് അറിയാമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അതൊരു കടുത്ത താക്കീതിന്റെ സ്വരമാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് അതിദയനീയമായ രംഗങ്ങളാണ് എന്ന് ചുരുക്കം.
ഹത്താ ഇദാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അഥവാ നൂഹ് നബി അലൈഹി ഇസ്ലാം 950 കൊല്ലം അപ്പോഴേക്ക് പ്രബോധന രംഗത്ത് പിന്നിട്ടിരിക്കുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ ആളുകളെ കാണുന്നിടത്തെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും ദൈവത്തിന്റെ സന്ദേശം അവരിലേക്ക് കൈമാറിയും നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് പോയപ്പോഴും നിഷേധികളായ ആളുകൾ ഒരിക്കലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ വാക്കുകൾ കേൾക്കുകയോ അദ്ദേഹത്തോട് അനുകൂലമായി പ്രതികരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ എന്റെ നാട്ടുകാരെ രാപ്പകൽ ഭേദമന്യേ സത്യത്തിലേക്ക് ഇസ്ലാമിന്റെ ശരിയായ വഴിയിലേക്ക് ക്ഷണിച്ചു. പക്ഷെ എന്റെ ക്ഷണം അവർക്ക് എന്നിൽ നിന്ന് അകൽച്ചയല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. ഞാൻ എത്ര തന്നെ അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും ആ ക്ഷണം സ്വീകരിച്ച് നന്നാവുന്നതിനു പകരം നിഷേധത്തിന്റെ ആൾരൂപങ്ങളാവാനുള്ള വല്ലാത്ത റിഹേഴ്സലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം വളരെ വിഷമകരമായ അവസ്ഥയിൽ അള്ളാഹുവിനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്താണ്? അള്ളാഹുവേ, ഇനിയും ഇവരെ നീ ബാക്കി ഈ ലോകത്ത് വെച്ചേക്കണം എന്നില്ല. റബ്ബില തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, പടച്ചോനെ, സത്യനിഷേധികളിൽ നിന്ന് ആരെയും തന്നെ ഈ ഭൂമുഖത്ത് നീ ബാക്കി വെക്കേണ്ടതില്ല. എന്താ കാരണം? അവരെ നീ ലോകത്ത് ബാക്കി വെച്ചാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവരെ ബാക്കി വെച്ചാൽ വലാ യലിദു ഇല്ലാ ഫാജിറൻ ഇന്നക ഇൻ തദറുഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, നീ അവരെ വെറുതെ വിട്ടാൽ അവർ നിന്റെ അടിമകളെ വഴിതെറ്റിക്കുകയും അടുത്ത ജനറേഷൻ പോലും നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർക്കെതിരെയുള്ള ശിക്ഷ വരേണ്ട സമയമായി എന്നർത്ഥം. നൂഹ് നബി അലൈഹി ഇസ്ലാമിനും കൂടെയുള്ള വിശ്വാസികൾക്കും രക്ഷപ്പെടാൻ ആവശ്യമായ സംവിധാനം അപ്പോഴേക്ക് റെഡിയായി, അഥവാ കപ്പൽ റെഡിയായിട്ടുണ്ട്. തേക്കുമരം കൊണ്ട് വർഷങ്ങളെടുത്തുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലിന്റെ പണി പൂർത്തിയാക്കിയത് എന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാം. അങ്ങനെ ഹത്താ ഇദാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അതായത് ശിക്ഷക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന സമയം, ആ സമയം വന്നു എന്നർത്ഥം. ആ സമയം വന്നപ്പോൾ ആകാശത്തുനിന്ന് മഴ ഭൂമിയിലേക്ക് വർഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് തന്നെ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. വഫാറത്തന്നൂറു, അതാണ് വഫാറത്തന്നൂറു, അടുപ്പ് പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ ആകാശത്തുനിന്ന് മഴ വരികയും ഭൂമിയിൽ നിന്ന് തന്നെ അതന്നെ ഭൂമിയിലെ സാധാരണഗതിയിൽ തീരെ വെള്ളമുണ്ടാകാത്ത സ്ഥലം, ശരിക്കും ഉണങ്ങി ചൂടോടുകൂടെ നിലനിൽക്കുന്ന പ്രദേശമാണല്ലോ അടുപ്പ് എന്ന് പറയുന്നത്. അടുപ്പിൽ നിന്ന് വെള്ളം വന്നു. അടുപ്പിൽ നിന്ന് വെള്ളം വന്നു എന്ന് പ്രത്യേകം ഖുർആൻ പരാമർശിക്കാനുള്ള കാരണമായിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കളിയാക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ചിലർ ഇവിടെ വെച്ച് കപ്പലുണ്ടാക്കിയിട്ട് ഏതാ അടുപ്പിന്ന് വെള്ളം വന്ന് ഈ കപ്പൽ ഓടിക്കാമെന്നാണ് നൂഹേ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നു. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹു തആല അടുപ്പിൽ നിന്നു തന്നെ വെള്ളം പൊട്ടിച്ചുകൊണ്ട് അല്ലാഹു തആല അതിന് മറുപടി പറഞ്ഞു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഏതായാലും അടുപ്പ് പൊട്ടിയൊഴുകി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം മുകളിലേക്കും ആകാശത്തുനിന്ന് വെള്ളം താഴോട്ടും വരാൻ തുടങ്ങി. അങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കപ്പൽ നിൽക്കുന്ന ഭാഗം വരെ വെള്ളമെത്തുന്നു. കപ്പലിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിയത് വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ ഖുൽന, നാം പറഞ്ഞു, യഹ്മിൽ ഫീഹ, ആ കപ്പലിൽ നൂഹ് നബിയെ നിങ്ങൾ കയറ്റുക, മിൻ കുല്ലിൻ സൗജൈനി സിനൈനി, എല്ലാ വിഭാഗത്തിലും പെട്ട 2 ഇണകളെ, ആൺവർഗത്തിൽ നിന്നൊന്നിനെയും പെൺവർഗത്തിൽ നിന്നൊന്നിനെയും, വംശനാശം വരാതിരിക്കാൻ വേണ്ടി ഓരോ ഇണകളെ കയറ്റുക. വാഹ്ലക്, നിങ്ങളുടെ കുടുംബത്തെയും കപ്പലിൽ കയറ്റുക. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു, ശിക്ഷയുടെ വാക്യം നേരത്തെ മുൻഗണനവരൊഴിച്ച്. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യമാരിൽ നിന്നൊരു ഭാര്യ ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കുന്ന ആളും അതേപോലെ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവരൊഴിച്ച്, അതേപോലെ തന്നെ കൻആൻ എന്ന് പറയുന്ന മകൻ, അവൻ വിശ്വാസത്തിലേക്ക് വന്നിരുന്നില്ല. അവരൊഴിച്ച് വിശ്വാസികളെ കയറ്റുക. ഒമൻ ആമന, അതേപോലെ തന്നെ കുടുംബക്കാരല്ലാത്ത
മറ്റു വിശ്വാസികളെയും കപ്പലിൽ കയറ്റുക എന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചു. എന്നാൽ ആ ആളുകൾ അത്ര കൂടുതലൊന്നുമില്ല. ഒമാമന മഅഹു ഇല്ലാ ഖലീൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, തുച്ഛമായ ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ആളുകളെ കപ്പലിൽ കയറ്റി. വഖാല, നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുകയും ചെയ്തു, ഇർകബൂ ഫീഹ, ഈ കപ്പലിൽ നിങ്ങൾ കയറുക. ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഈ കപ്പലിന്റെ സഞ്ചാരം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് തന്നെയാണ് ഈ കപ്പൽ നിൽക്കുകയും ചെയ്യുക. അപ്പൊ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നുകൂടി ഇവിടെ മനസ്സിലാക്കാം. എന്നിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം, നിശ്ചയം എന്റെ നാഥനായ അള്ളാഹു അടിമകൾക്ക് വല്ലാതെ പൊറുക്കുന്നവനും അവരോട് കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്ന്. അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പനകളെ തീരെ അംഗീകരിക്കില്ല എന്ന അവസ്ഥ പൂർണ്ണമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ അവർ ധൃതി പിടിച്ച് ആവശ്യപ്പെട്ട ശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്തത്. ആ ശിക്ഷ നടപ്പാക്കുന്നതോടുകൂടി ജനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന, നിഷേധികൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഗതികേടിന് അർഹരാവുകയാണ് ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ എല്ലാം അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ